ഈ ഉജ്ജ്വലമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ത്വാഹ ചേരൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സവാദ് അങ്കന്തിമുഗർ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും MSFൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായ PK നവാസും, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രിയപ്പെട്ട കലക്ടർ മായിൻ ഹാജി, ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ സാഹിബ്, കാസർഗോഡിൻ്റെ MLA NA നെല്ലിക്കുന്ന് സാഹിബും, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിട്ടുള്ള മഞ്ചേശ്വരത്തെ പ്രിയങ്കരനായ MLA AK അഷ്റഫും അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് അടനീറും അസീസും സയ്യറും അടക്കമുള്ള യൂത്ത് ലീഗിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സർവോപരി ഈ സമ്മേളനം മനോഹരമാക്കിയ പ്രിയപ്പെട്ട MSFൻ്റെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ ദീർഘമായ ഒരു പ്രസംഗം നടത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ശേഷം നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിങ്ങളോട് സംവദിക്കാനുണ്ട്. ഞാൻ ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ കടന്നു വരുമ്പോൾ കാസർഗോഡ് ടൗണിനെ ഇളക്കിമറിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ പ്രകടനം ഞാൻ കാണുകയുണ്ടായി. ആ പ്രകടനം കണ്ടപ്പോൾ സംശയലേശമന്യേ എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, കാസർകോട്ടെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് MSF ആണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ഒരു മാസക്കാലമായി നിങ്ങൾ നടത്തുന്ന സമ്മേളനമാണ്. ഈ ഒരു മാസത്തെ സമ്മേളനത്തിന് സമാപനമാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചത്. ഞാൻ MSFൻ്റെ ജില്ലാ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി MSFൻ്റെ ജില്ലാ കമ്മിറ്റിയെ ഒരു പഴയകാല MSF പ്രവർത്തകൻ എന്ന നിലക്ക് ഹൃദയം ചേർത്ത് അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ചില വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു സംഘടനയുടെ ജില്ലാ സമ്മേളനം നടത്താൻ ബിരിയാണി കൊടുത്ത ആളെ കൂട്ടാണ്. ആ സംഘടനയുടെ അഖിലേന്ത്യാ സമ്മേളനം നടത്താൻ പഠിപ്പ് മുടക്ക് സമരം നടത്താൻ ആഹ്വാനം ചെയ്യാണ്. സ്കൂൾ മാനേജ്മെന്റ് സ്വമേധയാ അവധി കൊടുത്ത് വിദ്യാർത്ഥികളെ പറഞ്ഞേക്കാണ്. ആ സംഘടനയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സംഘടനയുടെ പേര് SFI എന്നാണ്. അവധി ദിവസമായാലും പ്രവൃത്തി ദിവസമായാലും MSF വിളിച്ചാൽ വരാൻ ഒരുക്കമാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനങ്ങളാണ് നമ്മളിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തമുള്ളൊരു കാലത്താണ് ഞാനും നിങ്ങളും ഈ സംഘടനയുടെ പതാകവാഹകരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് നടക്കുന്ന ചലനങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ. ഇസ്രായേലും അമേരിക്കയും സയനിസ്റ്റ് ശക്തികളും സാമ്രാജ്യത്വവും ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ അക്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ നിലവിളികൾ, സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്നതാണ്. ആ കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കാൻ കഴിയാത്തവരാണ്. ആ കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്തവരാണ് MSFൻ്റെ ദ്വിവർണ്ണ പതാക പിടിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഈ MSFൻ്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഗസയിലെ നൂറുകണക്കിന് കുട്ടികൾക്ക്, ആയിരക്കണക്കിന് മനുഷ്യർക്ക്
ഇസ്രായേലിൻ്റെ, അമേരിക്കയുടെ പീഡനത്തിനിരയാകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കാസർകോട്ടെ MSFന്റെ ഈ സമ്മേളനം തയ്യാറാവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല, രാജ്യതലത്തിൽ, സംസ്ഥാന തലത്തിൽ, ഈ നാട്ടിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുവപ്പുവൽക്കരിക്കുന്നു. ചുവപ്പുവൽക്കരണവും കാവ്യവൽക്കരണവും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് MSFകാർ. ഒരു ഗവർണർ ഉപയോഗിച്ച് ഭാരതാംബയുടെ ചിത്രം വെച്ച് കേരളം തള്ളിയ ഈ നാട്ടിലെ മതനിരപേക്ഷവാദികൾ ഒരുപോലെ തള്ളിക്കളഞ്ഞ ചിഹ്നങ്ങൾ ഗവർണറിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ ചിഹ്നങ്ങളെല്ലാം, ഈ കാവ്യയും ഈ RSSനെയും ഈ സംഘപരിവാറിൻ്റെ ചിഹ്നങ്ങളെയും ഒക്കെ കേരളം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ആ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതിന് ഏതെങ്കിലും ഭരണഘടനാ പദവി ഉപയോഗിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കേരളം അതിനെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. RSS പറയുന്നത്, സംഘപരിവാരങ്ങൾ പറയുന്നത് ഭാരതം മാതാവാണെന്നാണ്. നിങ്ങൾ ഭാരതം മാതാവാണെന്ന് വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല. ഭാരതം പിതാവാണ് എന്ന് വേറൊരു കൂട്ടർ വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല. അത് ഞങ്ങൾ പറയുന്നത് ഭാരതം മാതാവുമല്ല, ഭാരതം പിതാവുമല്ല, മനുഷ്യർ വസിക്കുന്ന ഒരു ദേശരാഷ്ട്രമാണ് ഈ ഇന്ത്യ എന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതല്ലേ ഭരണഘടന എഴുതി വെച്ചത്? അതല്ലേ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതാണ് ഇന്ത്യ, അതാണ് ഭാരതം. അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ത്യക്കാരനായ ശുംഭാംശു ശുക്ല ബഹിരാകാശത്ത് പോയി. ബഹിരാകാശ നിലയത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശുംഭാംശു ശുക്ലയുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി ചോദിച്ചു, ബഹിരാകാശ നിലയത്തിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നിങ്ങൾ എന്താണ് കാണുന്നത്? അദ്ദേഹം പറഞ്ഞ മനോഹരമായ ചില വാചകങ്ങളുണ്ട്. ശുംഭാംശു ശുക്ല, ഒരൊറ്റ ഭൂമി, രാജ്യാതിർത്തികൾ ഇല്ല, രാജ്യാതിർത്തികൾ കാണുന്നില്ല, ആത്യന്തികമായി മനുഷ്യൻ ഒന്നാണെന്ന തോന്നൽ, ഭൂമി ഒരു വീടാണെന്ന് തോന്നി. നരേന്ദ്രമോദിയുടെ തലച്ചോറിൽ കയറുമെങ്കിൽ കയറേണ്ട വാചകമാണ്. ആ മനുഷ്യൻ ഒന്നാണെന്ന് തോന്നുന്ന മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ശ്രമിക്കുന്ന കാഴ്ചകളല്ലേ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്? അതിനെ ചെറുക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നിർവഹിക്കാനുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഭാഗത്ത് രാജ്യം ഭരിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നു, മറുഭാഗത്ത് ഈ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ പാഠപുസ്തകങ്ങളിലൂടെ ഓരോ ദിവസവും തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ എന്തെല്ലാം അരാജകത്വമാണ് ഈ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ഈ നാട് ഭരിക്കുന്നവർ ശ്രമിച്ചത്. ലിബറലിസമാണത്രേ. മതങ്ങൾ തെറ്റാണ്. മതം എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം പിടിച്ച സംഗതിയാണ്. അതിനൊക്കെ പകരമായി വേണ്ടത് ലിബറൽ ചിന്തകളാണ്, ജെൻഡർ ഇക്വാലിറ്റിയാണ്, LGBTQ ആണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരളത്തോട് പറഞ്ഞത് ഹെട്രോനോർമേറ്റീവ് എന്ന് പറയുന്ന ചിന്താഗതിയെ തള്ളിക്കളയണം. എന്താ ഹെട്രോനോർമേറ്റീവ്? എതിർലിംഗത്തോടാണ് ആകർഷണം എന്നത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ കാര്യത്തെ തെറ്റാണെന്ന് പറയുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ആണിനോട്, പെണ്ണിന് പെണ്ണിനോട് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, അരാജകത്വമാണ്. അതാണ് സ്വതന്ത്ര ചിന്ത എന്നത് പാഠപുസ്തകത്തിലൂടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലമാണിത്. ജെൻഡർ എന്ന് പറയുന്നത്, നമ്മളൊക്കെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ശരീരപ്രകൃതി നോക്കിയിട്ട് പറയും കുട്ടി ആണാണോ പെണ്ണാണോ. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഈ നാട് ഭരിക്കുന്നവർ പറയുന്നത്.
ഒരു കുട്ടി വലുതായാൽ അയാൾ സ്വയം തീരുമാനിക്കട്ടെ. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ അയാൾ സ്വയം പ്രഖ്യാപിക്കട്ടെ. ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, ഇനി മറ്റേതെങ്കിലും ലിംഗമാണെങ്കിൽ അയാൾ സ്വയം പ്രഖ്യാപിക്കട്ടെ. ലോകവ്യാപകമായി മനുഷ്യ സമൂഹം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആശയങ്ങളെ, ചില ആദർശങ്ങളെ കമ്മ്യൂണിസത്തിൻ്റെ മറവിൽ നാട്ടിൽ ഭരിക്കാൻ അവസരം കിട്ടി എന്ന് വെച്ചിട്ട് ഈ നാട്ടിലെ കുട്ടികൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള, ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്ത് ഈ നാട്ടിൽ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനും ഈ നാട്ടിലെ ബഹുജനങ്ങൾക്കും ഉണ്ട് എന്ന് ഈ നാട് ഭരിക്കുന്നവർ ഓർക്കണം. നിങ്ങൾക്ക് ഈ നാട് ഭരിക്കാൻ അറിയോ? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയോ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ കീമിൻ്റെ കാര്യം. കുട്ടികൾ മുഴുവൻ പെരുവഴിയിലാണ്. കോടതി ചോദിച്ചത് കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളി നിയമം മാറ്റാൻ പറ്റുമെന്നാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിവിടെ പറഞ്ഞു. ഇത് കളി തുടങ്ങിയപ്പോൾ കളി നിയമം മാറ്റിയതല്ല. കളി തുടങ്ങിയപ്പോൾ ഗോൾ പോസ്റ്റ് തന്നെ മാറ്റിക്കളഞ്ഞു. കളി തുടങ്ങിയപ്പോൾ അല്ല, പെനാൽറ്റി അടിച്ചു കഴിഞ്ഞിട്ട് ഗോൾ പോസ്റ്റ് എടുത്ത് ഓടുകയാണ് ഒരു സർക്കാർ. എന്നിട്ട് കുട്ടികൾ പെരുവഴിയിലായി. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയ, പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ഇനി അഡ്മിഷൻ കിട്ടില്ല എന്ന രീതി, എന്ന ഘട്ടമായി. ഒരു കാര്യം ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താം. നിങ്ങൾ ആയിരക്കണക്കിന് കുട്ടികളെയാണ് പെരുവഴിയിൽ നിർത്തിയത്. നിങ്ങൾ ഓർമ്മിച്ചോ, 8 മാസം കൂടി കഴിഞ്ഞാൽ ഈ സർക്കാരിലെ മന്ത്രിമാരെ ഈ നാടൊന്നാകെ പെരുവഴിയിൽ നിർത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മന്ത്രിമാർ പെരുവഴിയിൽ നിൽക്കേണ്ടി വരും. ഇപ്പം എന്തെല്ലാം വിവാദങ്ങളാണ് വരുന്നത്. നമ്മൾ നാട് ഭരിക്കുമ്പോൾ എന്തെങ്കിലും വിവാദം ഉണ്ടായിരുന്നോ? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് കേരളം ഭരിച്ചപ്പോൾ, വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഒരു വിവാദവും ഇല്ലാതിരുന്നിട്ട് പച്ചപ്പോട് വിവാദമാക്കിയവരാണ് ഇവർ. ഏതോ സ്കൂളിലെ ടീച്ചർമാർ ഒരു കോഡ് സെറ്റിൻ്റെ ഭാഗമായി അവർ പച്ച ഡ്രസ്സ് ധരിച്ചപ്പോൾ, പച്ച ബ്ലൗസ് ധരിച്ചപ്പോൾ അതിനെ വിവാദമാക്കിയവരാണ്. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് തൻ്റെ വിശ്വാസമനുസരിച്ച് നിലവിളക്ക് കൊളുത്തുന്നത് എനിക്ക് തെറ്റാണ് എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ അതിനെ വിവാദമാക്കിയവരാണ്. ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താണ്? അങ്ങനെ പ്രതിപക്ഷം വിവാദം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഒരു വിഷയവും കിട്ടാഞ്ഞിട്ട്. നമ്മൾ ഭരിക്കുമ്പോഴല്ലേ മണ്ഡലങ്ങളിൽ കോളേജുകൾ കൊടുത്തത്? കോളേജുകളില്ലാത്ത മണ്ഡലങ്ങളിൽ എത്ര കോളേജുകളാണ് നമ്മൾ അനുവദിച്ചത്? VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് മലമ്പുഴ മണ്ഡലത്തിൽ നമ്മൾ കോളേജ് കൊടുത്തില്ലേ? കോടിയേരി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ, അദ്ദേഹം MLA ആയ മണ്ഡലത്തിൽ നമ്മൾ കോളേജ് കൊടുത്തില്ലേ? നൂറുകണക്കിന് കോളേജുകൾ, ആയിരക്കണക്കിന് കോഴ്സുകൾ. ഞാൻ ചോദിക്കട്ടെ, 9 കൊല്ലമായി ഈ നാട് ഭരിക്കുന്നു LDF സർക്കാർ, പിണറായി സർക്കാർ. നിങ്ങൾ പുതുതായി കൊടുത്ത കോളേജുകൾ എത്രയാ? നിങ്ങൾ പുതുതായി തുടങ്ങിയ കോഴ്സുകൾ എത്രയാ? ഒരു കോഴ്സ് പുതുതായി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? സർക്കാർ മേഖലയിൽ, എയ്ഡഡ് മേഖലയിൽ, സ്വകാര്യ മേഖലയിലല്ലാതെ. ഈ നാട്ടിൽ പുതുതായി ഒന്നും തുടങ്ങാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങൾ CH മുഹമ്മദ് കോയ സാഹിബിനെ ഓർക്കുന്നില്ലേ? CH മുഹമ്മദ് കോയ സാഹിബ് അമേരിക്കയിൽ പോയി വന്നിട്ട് തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങി. പത്രക്കാർ ചോദിച്ചു, അമേരിക്കയിൽ പോയി വന്നിട്ട് മലയാളിക്ക് നിങ്ങൾ എന്താണ് സമ്മാനമായി കൊണ്ടുവന്നത്? നിങ്ങൾ അവിടെ പോയിട്ട് എന്താ പഠിച്ചത്? CH പറഞ്ഞു, ഞാൻ അവിടെ പോയപ്പോൾ MIT കണ്ടു, മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. എനിക്കത് വലിയ ഒരു ആശ്ചര്യമുണ്ടാക്കി. MIT പോലെ ഒരു സർവകലാശാല കേരളത്തിൽ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് CH പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ കേട്ടില്ലേ കൊച്ചിയിലെ കുസാറ്റ്? MIT മാതൃകയിൽ നമ്മുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് കൊച്ചിയിൽ ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ പേരാണ് കുസാറ്റ്. ശിവൻകുട്ടി ഇതുപോലെ ഫിൻലാൻഡിൽ പോയി വന്നു. തിരുവനന്തപുരത്ത് ഇതുപോലെ വിമാനം ഇറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഫിൻലാൻഡിൽ നിന്ന് നിങ്ങൾ എന്താണ് കണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൈക്കിളിന് പോകാൻ വേണ്ടി പ്രത്യേകം പാത, മനുഷ്യന്മാർക്ക് നടക്കാൻ വേണ്ടി പ്രത്യേകം പാത. അപ്പോൾ പത്രക്കാർ പറഞ്ഞു, അതൊക്കെ പൊതുമരാമത്ത് വകുപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ, വിദ്യാഭ്യാസ വകുപ്പായിട്ട് എന്താ നിങ്ങൾ കണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടതല്ല, എനിക്ക് പറയാൻ പറ്റും. മൂപ്പർ അവിടെ പോയപ്പോൾ മേലോട്ട് നോക്കിയപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ഫിൻലാൻഡിൽ നിന്ന് 10 ആൾക്കാർ കേരളത്തിൽ വന്നു. AK മഷറഫിന് അറിയാം.
എന്തിനാ ഫിൻലാൻഡിൽ നിന്ന് 10 ആൾക്കാർ കേരളത്തിൽ വന്നത്? ശിവൻകുട്ടി എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആയതെന്ന് പഠിക്കാൻ വേണ്ടി ഒരു 10 അംഗ സംഘം കേരളത്തിൽ വന്നു. മൂപ്പർ കൊണ്ടുവന്ന ഒരു വലിയ പരിഷ്കാരം എന്താ? സുംബ ഡാൻസ്. മൂപ്പർക്ക് ആകെ ആ നിയമസഭയുടെ മേശപ്പുറത്ത് കയറിയിട്ട് ആ ഡാൻസ് കളിച്ച പരിചയമല്ലാതെ സുംബയുമായി അദ്ദേഹത്തിന് വേറെ, അയാൾ വിചാരിച്ച ഡാൻസ് അതാണെന്നാണ് ഈ സുംബ ഡാൻസ് എന്ന് പറഞ്ഞത്. കേരളത്തിലെ ഒരു മതസംഘടന അതിനെതിരായി ശക്തമായി രംഗത്ത് വന്നു. ടി കേശവ് എന്ന് പറയുന്ന അധ്യാപകൻ അതിനെ വിമർശിച്ചു. അത് വിമർശനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് എതിരെ സസ്പെൻഷൻ. ഒരു ജനാധിപത്യ രാജ്യമല്ലേ ഇത്? ഈ നാട്ടിലൊരാൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നുണ്ടോ? അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നടപടിയെടുക്കാൻ ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയും കമ്മ്യൂണിസ്റ്റ് റഷ്യയുമല്ല എന്ന് ഈ നാട് ഭരിക്കുന്നവർ ഓർക്കണം. അവസാനം എന്താ? ഈ കോടതിയിൽ പോയി ആ സസ്പെൻഷൻ റദ്ദാക്കി. സ്കൂളിന്റെ സമയമാറ്റം പോകുന്നു. കേരളത്തിലെ ഏറ്റവും ആധികാരികമായ പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ഇത് മദ്രസയുടെ പഠനത്തെ ബാധിക്കും. അതുകൊണ്ട് സർക്കാർ പുനരാലോചിക്കണം. എന്താ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? ചർച്ച ചെയ്യാൻ പറ്റില്ല, അത് ജനാധിപത്യ വിരുദ്ധമാണ്, മതസംഘടനകളുമായി ഒരു ചർച്ചയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് യൂട്ടേൺ അടിച്ചു. യൂട്ടേൺ അടിക്കുന്നതിൽ ആർക്കെങ്കിലും ഡോക്ടറേറ്റ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഡോക്ടറേറ്റ് കൊടുക്കേണ്ടത്. അത് നമുക്ക് കൺഫർ ചെയ്യാം. IAS കൊടുക്കുന്ന മാതിരി സർവകലാശാലകളൊക്കെ ഹോണററി ഡോക്ടറേറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ യൂട്ടേൺ ഡോക്ടറേറ്റ് ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് കൊടുക്കണം. നിങ്ങൾ ഏത് മേഖലയിലാണ്? 13 സർവകലാശാലയിൽ 12ലും VC ഇല്ല, താൽക്കാലിക ചുമതലയാണ്. SFIക്ക് ഒരു അക്ഷരം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ വലിയ രീതിയിൽ സമരവുമായി വന്നു. ഒരു വിഷയം വീണ് കിട്ടിയപ്പോൾ 9 കൊല്ലമായിട്ട് കുരയ്ക്കാൻ അവകാശമില്ലാത്ത നായകളെ പോലെയായിരുന്നു കേരളത്തിലെ SFI. 9 കൊല്ലം കഴിഞ്ഞപ്പോൾ കൂട്ടുനിന്ന് തുറന്നു വിട്ടിട്ട് കുറച്ചോളം പറഞ്ഞു. ആ കുറച്ചതാണ് സർവകലാശാലയിലെ ജീവനക്കാർക്ക് നേരെ അതിക്രമമായിട്ട് വന്നത്. അപ്ലിക്കേഷൻ കൊടുക്കാൻ വന്ന കുട്ടികൾക്ക് നേരെ അക്രമം നടത്തിയത്. 9 കൊല്ലമായിട്ട് കുറയ്ക്കുന്നില്ല. ഒരു നായയുടെ ജൈവികമായ സ്വഭാവം എന്താണ്? കുറയ്ക്കുക എന്നുള്ളതാണ്. ആ കുറയ്ക്കുന്നതാണ് 9 കൊല്ലമായി ഈ നാട് ഭരിക്കുന്നവർ കുറയ്ക്കാൻ പാടില്ല എന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചത്. വായെങ്ങനെ പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്ന് തുറന്നപ്പോൾ ഒരാശ്വാസം. നിങ്ങൾ ആശ്വസിച്ചോ? പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ 9 കൊല്ലമായി വിദ്യാഭ്യാസ വകുപ്പിനെ ഇമ്മട്ടിൽ തകർത്തു തരിപ്പണമാക്കിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ആ ചോദ്യം നിരന്തരമായി കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആരും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യം മാത്രമല്ല, ഏത് വകുപ്പെടുത്ത് നോക്കിയാലും ഇതുപോലെ ഒരു നാറിയ ഭരണം മുദ്രാവാക്യം വിളിക്കാറില്ലേ? ഇതുപോലൊരു നാറിയ ഭരണം കേരളം കണ്ടിട്ടില്ല എന്ന്. എന്നിട്ട് ഇപ്പം നമ്മൾ വയനാട്ടിൽ ഏറ്റവും മാതൃകാപരമായി ഒരു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയെ തകർക്കാൻ വേണ്ടിയുള്ള ആലോചനകളുമായിട്ട് വരിക. 7 മാസം നമ്മൾ ഈ സർക്കാരിനെ കാത്തു നിന്നു. ഒരു കൊല്ലമാവാൻ പോവാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് ദുരന്തം ഉണ്ടായത്. 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ 7 മാസം സർക്കാരിനോട് ചോദിച്ചു, സർക്കാർ സഹായിക്കോ? ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരുമോ? സർക്കാർ ഭൂമി ഏറ്റെടുത്ത് തരാം എന്ന് പറഞ്ഞ് അവസാനം ഭൂമിയില്ല. 7 മാസമായപ്പോൾ ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞു, ഇനി സർക്കാരിനെ കാത്തു നിൽക്കണ്ട. ആ സാധുക്കൾ പരിപാടിയിലാണ് നമ്മൾ സ്വന്തമായി വീടുണ്ടാക്കുക. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത്തരമൊരു തീരുമാനം ലീഗ് എടുക്കുന്നത്. മാർച്ച് മാസം മുഴുവനും നമ്മൾ വയനാട്ടിലെ സകല ഭൂമിയും പരിശോധിച്ചു. സകല ഭൂമിയും പരിശോധിച്ചിട്ട് എല്ലാത്തിൻ്റെയും നിയമവശങ്ങൾ നോക്കി. വയനാട്ടിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളൊന്നുമില്ലാത്ത ഭൂമികൾ നമ്മൾ കണ്ടെത്തി. ആ ഭൂമി നമ്മൾ വിലക്ക് വാങ്ങി. വിലക്ക് വാങ്ങുന്നതിന് മുമ്പായി വിദഗ്ധരായ വക്കീലന്മാരെ കൊണ്ട് നിയമോപദേശം തേടി. വിലക്ക് വാങ്ങിയതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. നമ്മൾ ഏപ്രിൽ 9-ാം തീയതി നമ്മൾ തറക്കല്ലിട്ടു. നമ്മൾ എന്തിനാണ് ഏപ്രിൽ 9-ാം തീയതി തറക്കല്ലിട്ടത്? സാധാരണഗതിയിൽ ഏപ്രിൽ 9-ന് തറക്കല്ലിട്ടാൽ 10-ാം തീയതി പണി തുടങ്ങണ്ടേ?
നമ്മൾ പണി തുടങ്ങിയില്ല. എന്താ കാര്യം? തറക്കല്ലിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു, ഇതാണ് നമ്മൾ ഏറ്റെടുത്ത ഭൂമി. അവിടെ ബോർഡും വെച്ചു. നമ്മൾ വിചാരിച്ചു അങ്ങനെ ഭൂമി ഏറ്റെടുത്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപക്കാർ രംഗത്ത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ പ്രതീക്ഷ തന്നെയാണ് സംഭവിച്ചത്. ആക്ഷേപവുമായി ചില ആളുകൾ വന്നു. രജിസ്ട്രേഷൻ നടപടികൾ വൈകിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടായി. ഏതാണ്ട് 2 മാസത്തിലധിക കാലം എടുത്തിട്ടാണ്, ജൂൺ മാസത്തിലാണ് നമ്മളെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. നമ്മൾ കാത്തുനിന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു എന്ന ഘട്ടം വന്നപ്പോൾ CPM-ൻ്റെ വയനാട്ടിലെ ഏരിയ സെക്രട്ടറി രംഗത്ത് വന്നിട്ട് പറയാണ്, ഇത് കച്ചവടമാണ്, ഇത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ്. ഇത്രയും ദിവസമായി ഇതിൻ്റെ പിറകിലുള്ളത് ആരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നില്ല, സംശയമായിരുന്നു. എന്ന ഏരിയ സെക്രട്ടറി പരസ്യമായി രംഗത്ത് വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ചിട്ട് ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു, ലീഗ് മാത്രം വേറെ പോയി. ലീഗ് മാത്രമാണോ വേറെ പോയത്? എത്ര സന്നദ്ധ സംഘടനകൾ അവിടെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലീഗിന് മാത്രം എന്തിനാണ് ആക്ഷേപിച്ചത്? ലീഗ് 105 വീടുകൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. സർക്കാരിൻ്റെ പദ്ധതി ഇങ്ങനെ വൈകി 750-ലധികം കോടി രൂപ സർക്കാർ ഖജനാവിൽ വെച്ചിട്ട് ജനങ്ങളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീഗ് അവിടെ പെട്ടെന്ന് വീടുണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾക്ക് റോട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ലീഗിനെ ആക്ഷേപിച്ചു. ഇപ്പോൾ ഒടുവിൽ CPM പരസ്യമായി രംഗത്ത് വന്നു. ഞങ്ങൾ ഒരു കാര്യം പറയാം, ആധികാരികമായി പറയാം. വയനാട്ടിൽ ഞങ്ങൾ വീട് പണി ആരംഭിക്കുമ്പോൾ ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ, സ്ഥലത്തിൻ്റെ രേഖകൾ സർക്കാരിലെ ഏത് ഉദ്യോഗസ്ഥനും പരിശോധിക്കാം. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതികൾ പറയുന്ന ഏത് രേഖയും ഏത് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം അതിൻ്റെ കൂടെ ചേർത്ത് പറയാം, സർക്കാരിൻ്റെ പദ്ധതി ഏതായാലും നടക്കുന്നില്ല, ഇനി ലീഗും അവിടെ അങ്ങനെ വീട് നിർമ്മിച്ചു കൊടുക്കണ്ട എന്നാണ് ആരുടെയെങ്കിലും താല്പര്യമെങ്കിൽ ആ താല്പര്യത്തിന് മുമ്പിൽ നിന്നു തരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന് ഈ നാട് ഭരിക്കുന്നവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും, ഞങ്ങൾ നിയമപരമായി നേരിടും. 100 കണക്കിന് മനുഷ്യർ ഞങ്ങളെ വിശ്വസിച്ചിട്ട് ആ വീട്ടിൽ കഴിയാൻ വേണ്ടി അവർ അവിടെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിൽ ജീവൻ നൽകിയും അവിടെ ഞങ്ങൾ വീട് പണിയുമെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് MSF.